ഗുഡ് മോർണിംഗ്. എല്ലാവരും ഹാപ്പി അല്ലേ? ഓക്കെ. എൻ്റെ എക്സ്പീരിയൻസ് അല്ലേ? ഓക്കെ. അപ്പോൾ വളരെ ചെറിയ രീതിയിൽ എൻ്റെ എക്സ്പീരിയൻസ് പറയാം. 2016 ജനുവരി 14 ഞാൻ ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്നു വരുന്നത്. വളരെ പാർട്ട് ടൈമായിട്ടാണ് ഞാൻ മോദിക്കറി ചെയ്തുകൊണ്ടിരുന്നത്. നേരത്തെ ശ്രീ സാറ് സൂചിപ്പിച്ച പോലെ രാവിലെ ഉച്ചവരെ മീൻ കച്ചവടം ചെയ്യും, അതിനുശേഷം വെയിലൊക്കെ മാറിയതിനു ശേഷം മോദിക്കറി ചെയ്യും. അങ്ങനെ 3 വർഷക്കാലം ഞാൻ മോദിക്കറി ചെയ്തത് മീൻ കച്ചവടത്തിൻ്റെ കൂടെ ആയിരുന്നു. 3 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫ്, എനിക്ക് ടോൺസിൻ്റെ ഇൻഫെക്ഷൻ വന്നു, വൈഫിൻ്റെ കൈ ഒടിഞ്ഞു. അങ്ങനെയൊക്കെ ആയിട്ട് 1.5 മാസക്കാലം എനിക്ക് മീൻ കച്ചവടത്തിന് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വലിയൊരു നെറ്റ്വർക്ക് മീൻ കച്ചവടത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ 1.5 മാസം ഞാൻ വീട്ടിലിരുന്നപ്പോൾ ഞാൻ മീൻ കൊടുത്ത വീട്ടിൽ നിന്ന് 1 രൂപ പോലും എനിക്ക് വരുമാനം കിട്ടിയില്ല. ആ നെറ്റ്വർക്കിൽ നിന്ന് എനിക്കൊന്നും കിട്ടിയില്ല. പക്ഷേ പാർട്ട് ടൈമായിട്ട് ഞാൻ മോദിക്കറി 3 വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു മീൻ കച്ചവടത്തിന്റെ കൂടെ. ആ 1.5 മാസം ഞാൻ വെറുതെ വീട്ടിലിരുന്ന സമയത്ത് മാസം 40,000-ലധികം വരുമാനം ആ നെറ്റ്വർക്കിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഈ പാസീവ് ഇൻകം, യഥാർത്ഥ ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ ശക്തി. തുടക്കത്തിൽ 2016 മീൻ കച്ചവടത്തൊക്കെ കഴിഞ്ഞ് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകും. സീമോൻ സാറിന്റെ തട്ട് 3-ാം നിലയിലുള്ള ഒരു മെഴുകുതിരിയൊക്കെ എത്തിച്ച് രാത്രി എനിക്ക് ജിഷാ സാർ എത്തും. 8 മണിക്കൊക്കെ ജിഷാ സാർ എത്തും. വ്യാഴാഴ്ച ദിവസങ്ങളായിരുന്നു. അപ്പോൾ ആ പ്രോഗ്രാമിൽ ജിഷാ സാർ പറഞ്ഞൊരു കാര്യം, ഇന്ന് സാറിന്റെ ട്രെയിനിങ് ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ വീണ്ടും ഓർമ്മ വന്നു. സാറ് ആ സമയത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു, അന്ന് വലിയ ടീമില്ല, കമ്പനി അധികം ഉദ്ദേശിച്ച പോലുള്ള ഒരു ഡെവലപ്മെന്റ് ഒന്നുമില്ല, ഞങ്ങൾക്കും ഇല്ല, ഞങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അന്ന് ജിഷാ സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, 1 ലക്ഷത്തിൽ കുറഞ്ഞ വരുമാനം ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ ഹോളിൽ ഉണ്ടെങ്കിൽ ഡോർ ഓപ്പൺ ആണ്, നിങ്ങൾക്ക് പോവാം. അന്ന് അദ്ദേഹം എപ്പോഴും അതിങ്ങനെ പറയാറുണ്ടായിരുന്നു. ഞാൻ ഇന്ന് സാറിൻ്റെ ആ ലീഡർഷിപ്പ് ട്രെയിനിങ് കേൾക്കുമ്പോൾ അതിങ്ങനെ ഓർമ്മ വരികയായിരുന്നു. ആ സമയത്ത് പറയത്തക്ക അച്ചീവ്മെന്റുകളോ വലിയ ഇന്ന് കാണുന്ന ഡെവലപ്മെന്റ് ഒന്നുമില്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ പ്ലാൻ എന്താണെന്ന് അറിയില്ല, പ്രൊഡക്ട്സ് എന്താണെന്ന് അറിയില്ല. പക്ഷെ അന്ന് ആകെ നമ്മളെ അട്രാക്ട് ചെയ്തൊരു കാര്യം അദ്ദേഹത്തിന്റെ ആ കോൺഫിഡൻസ് ആണ്, അദ്ദേഹത്തിന്റെ ആ ലീഡർഷിപ്പ് സ്കില്ലാണ്. അത് പറയാനുള്ള അദ്ദേഹത്തിന്റെ ആ കോൺഫിഡൻസും ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവും. അപ്പൊ ആ ലീഡർഷിപ്പിലാണ് നമ്മൾ അട്രാക്ട് ആയത്. അപ്പൊ ആ സമയത്തുള്ള ലീഡേഴ്സിനൊക്കെ അറിയാം, അന്ന് ഇന്ന് കാണുന്ന BMW കാറോ ലക്ഷറി വീടുകളോ ഒന്നുമില്ലാത്ത സമയത്ത് അദ്ദേഹത്തിന് ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയിലാണ് നമ്മൾ അട്രാക്ട് ആയത്, അദ്ദേഹത്തിന്റെ കോൺഫിഡൻസിലാണ്. ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്കും ഈ വിജയങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. 3 വർഷക്കാലം ഈ റഫീഖ് റഹ്മാൻ എന്ന് പറയുന്ന ഇന്നത്തെ എൻ്റെ അച്ചീവ്മെന്റും എൻ്റെ ഡെവലപ്മെന്റും ഒക്കെ ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, ഞാൻ എല്ലാ പ്രോഗ്രാമിലും മുടങ്ങാതെ പറയുന്ന ഒരു ഡേറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. 2016 ഞാൻ ബിസിനസ് തുടങ്ങിയെങ്കിലും 2017 മെയ് 31 ബുധനാഴ്ച തൃശ്ശൂർ പാൽ റീജൻസിയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടാണ് എനിക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായത് എന്ന് ഞാൻ നിരന്തരം പ്രോഗ്രാമുകൾ പറയാറുണ്ട്. അത് കേട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ അതിനകത്ത്? ഓക്കെ, എല്ലാവരും കേട്ടിട്ടുണ്ട്. അതിനർത്ഥം ഞാൻ മോദിക്കറി 1.5 വർഷക്കാലം ചെയ്തപ്പോൾ എനിക്ക് സക്സസ് ഉണ്ടായതല്ല, അല്ലെങ്കിൽ 9 വർഷക്കാലം ഞാൻ ബിസിനസ് ചെയ്തപ്പോൾ സക്സസ് ഉണ്ടായതല്ല. നിരന്തരം ഞാൻ പങ്കെടുത്ത പ്രോഗ്രാമുകളും ട്രെയിനിങ്ങുകളാണ് എനിക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കി തന്നത്, എൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇംപ്രൂവ് ആയത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ബിസിനസ് നിന്ന് ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കില്ല. നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി എത്രമാത്രം ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുമോ അത്രമാത്രം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. കഴിഞ്ഞ ആഴ്ച ഞാനൊരു 9 വർഷക്കാലം വലിയ അച്ചീവ്മെന്റുകളൊക്കെ ഉണ്ടാക്കിയ, അല്ലെങ്കിൽ കേരളത്തിലെ 2ാം സ്ഥാനക്കാരനാണെന്നൊക്കെ വീമ്പളക്കി ഇരുന്ന ഒരു ലീഡറുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോഴാണ് ഞാൻ എൻ്റെ ക്വാളിറ്റി ഞാൻ തിരിച്ചറിഞ്ഞത്. സത്യം പറഞ്ഞാല് അദ്ദേഹം പറയായിരുന്നു, അദ്ദേഹം ഈ ബിസിനസ് വിടുന്നതിന്റെ തൊട്ട് മുന്നത്തെ മാസം ചെയ്തത് 18 ലക്ഷം BV ആണത്രേ. അദ്ദേഹം ഫേസ്ബുക്കിൽ പബ്ലിഷ് ചെയ്യാണ്, 18 ലക്ഷം BV ചെയ്തു ഞാൻ. ആര് പറയാണ്? ഈ PhD കാരൻ പറയാണ്. അന്ന് ഈ മീൻകാരൻ 72 മാർക്ക് SSLCക്കുള്ള ഈ മീൻകാരൻ 25 ലക്ഷം BV ചെയ്തിട്ടുണ്ടായിരുന്നു. 25 ലക്ഷം BV ചെയ്ത മീൻകാരൻ ഈ ബിസിനസ് വഹിക്കുമ്പോഴാണ് 18 ലക്ഷം BV ചെയ്തു എന്ന് വീമ്പളക്കുന്ന ഒരു PhD കാരൻ ഈ ബിസിനസ്സിൽ ആത്മഹത്യ ചെയ്തത്. ഞാൻ എന്നെ കുറിച്ച് അഭിമാനം കൊള്ളാണ്. ടീം ഗ്ലോബൽ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നിൽ ഉണ്ടാക്കിയ മാറ്റം, എനിക്കുണ്ടായ അച്ചീവ്മെന്റ്. ഞാൻ ഈ ബിസിനസ്സിന്റെ പ്ലാൻ പഠിച്ചിട്ടൊന്നുമല്ല. എന്റെ ടീമിൽ നിരവധി മില്യനേഴ്സ് ഈ ഹോളിൽ ഇരിക്കുന്നുണ്ട്. എനിക്കറിയാം, എക്സാമ്പിൾ പറയാൻ ഷഹനാഫ്സില് 1 ലക്ഷം രൂപ വരുമാനം വാങ്ങിച്ച് ഏറ്റവും യങ്ങസ്റ്റ് മില്യനറായിട്ട്, ഏറ്റവും ഫാസ്റ്റസ്റ്റ് മില്യനറായിട്ട് ടീമിൽ വരുന്ന സമയത്ത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം BV എന്താണെന്ന് ചോദിച്ചാൽ പോലും അറിയുന്നുണ്ടായിരുന്നില്ല ഷഹനാഫ്സിലിനെ. ഞാൻ ഷഹനാഫ്സിലിനെ ഇരുത്തിയിട്ട് പറയാണ്, എങ്ങനെയാണ് സാറേ LPV വാങ്ങിക്കാന്ന് ഷഹനാഫ്സിലിനെ അറിയില്ലായിരുന്നു. പ്ലാൻ പഠിച്ചിട്ടല്ല ഷഹനാഫ്സില് മില്യനറായത്. ഇതിലിരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും എനിക്കും അറിയില്ലായിരുന്നു.
2020 കൊറോണ വന്ന് കൊടുമ്പുരി കണ്ട് എന്ത് ചെയ്യണം അറിയാതെ മനുഷ്യന്മാര് കണ്ണു തുറിച്ചിരിക്കുന്ന സമയത്താണ് ഏപ്രിൽ മാസം കഴിഞ്ഞ് മെയ് മാസം എന്റെ അക്കൗണ്ടിലേക്ക് വന്നത് 1,11,000 രൂപയാണ്. റഫീഖ് റഹ്മാൻ പ്ലാൻ പഠിച്ചിട്ടല്ല വന്നത്. ഈ പ്ലാൻ അല്ല എന്നെ വളർത്തിയത്. പ്ലാൻ വരുമ്പോ ഈ ലീഡർഷിപ്പ് അക്കാഡമി, ടീം ഗ്ലോബൽ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഈ ലീഡർമാർ തന്ന കഴിവും എഡ്യൂക്കേഷനുമാണ് എന്നെ പോലൊരു മീൻകാരനെ ഇന്ന് ഈ സ്റ്റേജിൽ നിർത്തിയിട്ടുള്ളതെങ്കിൽ, നിങ്ങളുടെ കോൺഫിഡൻസിന് നിങ്ങൾക്കൊരു ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റുമെങ്കിൽ, ഉറച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ ഒരിക്കലും നിങ്ങൾ തടയാൻ കഴിയില്ല. അത് എത്ര വലിയ PhD കാരനായാലും ശരി, എന്തായാലും ശരി. എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, ഈ ട്രാൻസിഷൻ പീരീഡ് കമ്പനി തന്ന സമയത്തും ഒരു ട്രാൻസിഷനും ഇല്ലാതെ കഴിഞ്ഞ വർഷത്തെ ആവറേജ് വരുമാനം ട്രാൻസിഷൻ ഇല്ലാതെ വാങ്ങിച്ചിട്ടാണ് ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. 50,000 രൂപ വരുമാനം കുറഞ്ഞതിന് പേരിൽ ആത്മഹത്യ ചെയ്യുന്ന PhD കാരന്റെ തലച്ചോറിനെ പറ്റി എനിക്ക് അപമാനമാണ് തോന്നുന്നത്. എന്തിനാണ് ഒരു PhD എടുത്തത്? ഒരു SSLCക്ക് 72 മാർക്കുള്ള റഫീഖ് റഹ്മാൻ എന്ന് പറയുന്ന മീൻ കച്ചവടക്കാരന് 1 ഇയറിന്റെ ആവറേജ് ട്രാൻസിഷൻ ഇല്ലാതെ വാങ്ങിയിട്ടാണ് ഞാൻ സ്റ്റേജിൽ നിൽക്കുന്നത്. ഈ കമ്പനിയുടെ ഔദാര്യം വേണ്ട എന്ന് പറഞ്ഞ് പടി ഇറങ്ങി പോകുമ്പോ ഔദാര്യമില്ലാതെ വരുമാനം വാങ്ങിച്ചിട്ടാണ് ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. അന്തസ്സോടെ അഭിമാനത്തോടെ മോദിക്കാരന്റെ കൂടെ അടിയുറച്ച് നിൽക്കുകയാണെങ്കിൽ എല്ലാ ബിസിനസ്സിലും ബൂം ഉണ്ടാവും, എല്ലാ ബിസിനസ്സിലും റിസഷൻ ഉണ്ടാവും, എല്ലാ ബിസിനസ്സിലും ഡിപ്രഷൻ ഉണ്ടാവും. അങ്ങനെ വരുന്ന സമയത്താണ് എല്ലാ ബിസിനസ്സുകാരും റിപ്പയറിംഗ് ചെയ്യാം. അതൊരു ബേസിക് എക്കോണമിയാണ്. ആ റിപ്പയറിംഗ് സ്റ്റേജിലാണ് നമ്മൾ നിൽക്കണമെങ്കിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു സർക്കിളാണ്. ബിസിനസ്സിൽ ബൂം വരും, ബിസിനസ്സിൽ റിസഷൻ വരും, ബിസിനസ്സിൽ ഡിപ്രഷൻ വരും.